ഭൂമി വിൽക്കുന്ന സമയത്തുള്ള ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഈ ബഡ്ജറ്റിൽ കുറച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ആശ്വാസമാവുമോ എന്ന് ചോദിച്ചിട്ട് കുറേ ആളുകൾ വിളിച്ചിരുന്നു. സത്യത്തിൽ അത് ഇൻകം ടാക്സ് പ്രാക്ടീഷണേഴ്സ് അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസിനോടൊക്കെ ചോദിക്കേണ്ട ചോദ്യമാണെങ്കിലും ഇവിടെ എൻ്റെ ഓഫീസിൽ ആധാരമെഴുത്ത് ഭൂമി സംബന്ധമായ കാര്യങ്ങൾ രജിസ്ട്രേഷനൊക്കെ നടക്കുന്നതുകൊണ്ടാണ് ആളുകൾ എവിടെ എന്നെ വിളിക്കാനുണ്ടായ കാരണം എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഭൂമി വിൽക്കുമ്പോഴുള്ള ഒരു ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൻ്റെ ഒരു ഏരിയ മാത്രമാണ് ഞാനിതിൽ പറയുന്നത്. അല്ലാത്ത ക്യാപിറ്റൽ ഗെയിനുകളൊക്കെ നിങ്ങൾക്കറിയാലോ, ലിസ്റ്റഡ് ഷെയർസ്, അതുപോലെ മ്യൂച്വൽ ഫണ്ടുകൾ, ഡിബഞ്ചേഴ്സ്, കുറേ സംഗതികളുണ്ട്. അതിൻ്റെയൊക്കെ ക്യാപിറ്റൽ ഗെയിനിൻ്റെ കാര്യം, ഗോൾഡ്, ഇതൊന്നും ഞാൻ ഇവിടെ പരാമർശിക്കുന്നില്ല. അതൊക്കെ നമുക്ക് പിന്നീട് പറയുകയോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ അറിയിച്ചു. പക്ഷെ ഭൂമി വിൽക്കുന്ന സമയത്ത് 20% ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായിരുന്നത് 12.5% കുറച്ചു. അത് നമുക്ക് ഗുണാവില്ല എന്നാണ് പലരും എന്നോട് ചോദിച്ചത്. സത്യത്തിൽ ഞാൻ ഒരു കാര്യം പറയാം. ഭൂമി വിൽക്കുന്ന സമയത്തുള്ള ക്യാപിറ്റൽ ഗെയിൻ അത് 2 തരത്തിലാണ്. ഒന്ന് ഷോർട്ട് ടേം ഉണ്ട്, ഒന്ന് ലോങ് ടേം ഉണ്ട്. 2 കൊല്ലത്തിൽ താഴെയാണെങ്കിൽ അതിനെ ഷോർട്ട് ടൈം എന്ന് പറയും. അതായത് ഒരു ഭൂമി നമ്മൾ വാങ്ങി 2 കൊല്ലത്തിനുള്ളിൽ ഇത് നമ്മൾ മറിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഒരു ഭൂമി എനിക്ക് കിട്ടി, വാങ്ങിയതോ അല്ലെങ്കിൽ അല്ലാതെ ഗിഫ്റ്റായിട്ട് കിട്ടുകയോ എങ്ങനെ കിട്ടി, ഞാനത് 2 കൊല്ലത്തിനുള്ളിൽ ഞാനത് സെയിൽ ചെയ്തു. അതിനെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്നാണ് പറയുക. അങ്ങനെയുള്ള ടാക്സിന് നമ്മുടെ സാധാരണ ഇൻകം ടാക്സിൻ്റെ സ്ലാബിൽ ആ ലാഭം കൂടെ ചേർത്ത് വെച്ചിട്ട് നമ്മുടെ ആ ഒരു സ്ലാബിൽ ഏത് സ്ലാബിൽ നമ്മൾ വരും എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, 5 ലക്ഷം വരെയുള്ള സ്ലാബുണ്ട്, 7 ലക്ഷം വരെ, അത് അതിലാണ് പോവുക. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് എന്താ വെച്ചാൽ ഈ ലോങ് ടൈം, അതായത് 2 കൊല്ലത്തിൽ കൂടുതൽ കാലം നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചൊരു ഭൂമി, ആ ഭൂമിക്ക് ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെയാണ് ഇപ്പോൾ വരുന്നത് എന്നുള്ളതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, എല്ലാ ഭൂമി വിൽക്കുന്നവരും ഇനി ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കേണ്ടി വരും. ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ആനുകൂല്യം എന്താണെന്ന് പറഞ്ഞാൽ ഒരു കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ ഈ ഇൻഡെക്സേഷൻ ഒഴിവാക്കി എന്ന് നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാവും, വാർത്തയിൽ കണ്ടിട്ടുണ്ടാവും. ഇൻഡെക്സേഷൻ അങ്ങോട്ട് ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇതിന് മുമ്പ് ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പണപ്പെരുപ്പവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ഭൂമി വാങ്ങി കുറച്ച് കാലം ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വാങ്ങിയ കാലം തൊട്ട് ഈ വിൽക്കുന്ന കാലം വരെയുള്ള ഒരു പണപ്പെരുപ്പത്തിനെ ബേസ് ചെയ്തിട്ട് ഒരു ഇൻഡെക്സ് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിക്കും. ആ ഇൻഡെക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ആ ഭൂമിക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു വളർച്ചയാണ് അതിൻ്റെ ഒരു അർത്ഥം. അതും കഴിഞ്ഞ് നമുക്ക് ലാഭം ഉണ്ടെങ്കിൽ നമ്മൾ 20% ടാക്സ് കൊടുക്കേണ്ടിയിരുന്നുള്ളൂ. അതേസമയത്ത് ഇപ്പോൾ ഉണ്ടായെന്ന് വെച്ചാൽ ഈ ഇൻഡെക്സേഷൻ അങ്ങോട്ട് ഒഴിവാക്കി. അതിനർത്ഥം നിങ്ങൾ എത്രക്ക് വാങ്ങി അല്ലെങ്കിൽ ഏത് വില ഉള്ള സമയത്ത് നിങ്ങൾക്ക് ഈ ഭൂമി കിട്ടി, അത് നിങ്ങൾ വിൽക്കുന്ന വില എത്ര, ഇപ്പോൾ വിൽക്കുന്ന വില മൈനസ് വാങ്ങിയ വില, അതങ്ങോട്ട് കണക്ക് കൂട്ടുക, ഇൻറ്റു 12.5%, അത് സർക്കാരിലേക്ക് അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ ഇനി എല്ലാ ആളുകളും ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കേണ്ടി വരും. ഈ വ്യത്യാസം ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കി തരാം. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണമായിട്ട് ഒരു 50 ലക്ഷം രൂപയ്ക്കുള്ളൊരു പ്രോപ്പർട്ടി 2009 വാങ്ങിയെന്ന് വിചാരിച്ചു. 2009 ജനുവരി 1-ാം തീയതി, പുതിയ വർഷമല്ലേ, നല്ല ഒരു ദിവസമായിട്ട് തുടങ്ങല്ലേ എന്ന് വിചാരിച്ചു നമ്മളൊരു പ്രോപ്പർട്ടി അങ്ങോട്ട് വാങ്ങി. 50 ലക്ഷം രൂപയായി. നിങ്ങൾ ആ പ്രോപ്പർട്ടി ഈ വർഷത്തിൽ നിങ്ങൾ അത് വിൽക്കുന്നു, 2024-25 നിങ്ങൾ വിൽക്കുന്നു. അപ്പോൾ പഴയ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന സിനാരിയോ എന്താണെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഈ കോസ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ കോസ്റ്റ് ഇൻഡെക്സ് ഉണ്ടല്ലോ, കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞ CII, അതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ 2009 എന്ന് പറഞ്ഞാൽ 2008-2009 വർഷമാണത്. അന്നത്തെ CII ഇൻഡെക്സ് 137 ഇപ്പോഴത്തെ CII ഇൻഡെക്സ് 363. അപ്പോൾ ഈ 363 ഡിവൈഡഡ് ബൈ 137, 2.6 മറ്റോ വരും, ഇൻറ്റു അന്ന് വാങ്ങിയ വില കണക്കാക്കുക. അപ്പോൾ എത്ര വരും? അത്രയും നമുക്ക് വില വർധനച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൈസ ടാക്സ് കൊടുക്കേണ്ടിയിരുന്നില്ല. അതിനേക്കാൾ മീതെ വരുന്നതിന് മാത്രമേ നമ്മൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ.
പുതിയ സംവിധാനം. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് 50 ലക്ഷം രൂപക്ക് അന്ന് നമ്മൾ വാങ്ങി, 2009 ജനുവരി മാസം 1-ാം തീയതിയാണ്. ഇപ്പോൾ നമ്മൾ ഭൂമി വിൽക്കുമ്പോൾ 1.5 കോടി ഉറുപ്പ്യക്കാണ് നമ്മൾ വിറ്റ് വെച്ചത്. 50 ലക്ഷത്തിന് വാങ്ങി 1.5 കോടിക്ക് വിൽക്കണു. പഴയ സ്ലാബ് പ്രകാരം ഞാൻ നേരത്തെ പറഞ്ഞ 2.6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, 50 ലക്ഷത്തിന് മൾട്ടിപ്ലൈ ചെയ്താൽ 1,32,48,000 വരെ രൂപ വരെ നമുക്ക് വർദ്ധിച്ചതിന് ടാക്സ് കൊടുക്കണ്ട. നമ്മൾ വിറ്റത് 1.5 കോടിക്കാണ്. ആ ബാക്കി ഉണ്ടല്ലോ, ആ ബാക്കി വരുന്ന 17,51,825 ഉറുപ്പ്യക്ക് മാത്രം, 17,800,000, അതായത് 1.5 കോടിയിൽ നിന്ന് ഇൻഫ്ലേഷൻ ഈ കോസ്റ്റ് കൊണ്ട് ഗുണിച്ച് സ്വാഭാവികമായി വളർച്ചയ്ക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ 1,32,00,000 കഴിച്ചുള്ള എമൗണ്ടിനാണ്, അതായത് ആ 17 ലക്ഷം രൂപക്കാണ് നമ്മൾ 20% പ്രകാരം കൊടുക്കേണ്ടിയിരുന്നത്. അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഏകദേശം ഒരു 3.5 ലക്ഷം രൂപയാണ് നമ്മൾ അതിന് ടാക്സ് കൊടുക്കേണ്ടി വരിക, ക്യാപിറ്റൽ ഗെയിൻ കൊടുക്കേണ്ടി വരിക. പക്ഷേ ഈ ബഡ്ജറ്റിന് ശേഷം ഉണ്ടായ സംഭവിച്ചാൽ, ഇതിന് ശേഷമാണ് നമ്മൾ ഭൂമി വിറ്റെങ്കിൽ 50 ലക്ഷത്തിന് വാങ്ങി, എന്നാ വാങ്ങിയത് അന്ന് തന്നെ 2009 തന്നെ സെയിം കേസ്. പക്ഷേ വിൽക്കുന്നത് ഇതേ തീയതി തന്നെ 1.5 കോടിക്ക് തന്നെയാണ് വിൽക്കുന്നത്. പക്ഷേ നമ്മളെ ക്യാപിറ്റൽ ഗെയിൻ, നേരത്തെയുള്ള അവസരത്തിൽ ക്യാപിറ്റൽ ഗെയിൻ 17 ലക്ഷം ആയിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ക്യാപിറ്റൽ ഗെയിൻ സിമ്പിളാണ്. വിറ്റ വില 1.5 കോടി, വാങ്ങിയ വില 50 ലക്ഷം. അപ്പോൾ 1.5 കോടി മൈനസ് 50 ലക്ഷം എന്ന് പറഞ്ഞാൽ 1 കോടി രൂപയാണ് നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ. അതിൻ്റെ 12% കൊടുക്കണം എന്ന് പറഞ്ഞാൽ 12.5 ലക്ഷം രൂപ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കണം. ക്ലിയറായോ ഞാനീ പറയണത്? വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇനി ഭൂമി വിൽക്കുന്ന എല്ലാവരും കൊടുക്കേണ്ടി വരും. നേരത്തെ പറഞ്ഞ മാതിരി സ്വാഭാവിക വളർച്ച ഒന്നും ഉണ്ടാവില്ല. ഇപ്പം നമ്മളൊരു ഭൂമി വാങ്ങുമ്പോൾ, ഇപ്പോൾ 2010 ഭൂമി വാങ്ങിയ ഒരാളാണെന്ന് വിചാരിക്കുക, അന്ന് ഉണ്ടായിരുന്നതിൻ്റെ 264% വർധനവാണ് ഇപ്പോൾ ഫെയർ വാല്യൂവിലുള്ളത്. അന്ന് നിങ്ങൾ ഒരു ആധാരം രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോൾ ഫെയർ വാല്യൂ അനുസരിച്ചാണ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക. ഇന്ന് 264% വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ 2.64 കൊണ്ട് അന്നത്തെ വിലയെ ഗുണിച്ചാൽ കിട്ടുന്ന വില മിനിമം നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കാണിക്കേണ്ടി വരും. മനസ്സിലായോ? ആ എമൗണ്ടിൻ്റെ 12% എല്ലാ ആൾക്കാരും ഇനി ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഭൂമിക്ക് ഇനി വില പറയുമ്പോൾ 12% അന്നത്തതും ഇന്നത്തതും തമ്മിലുള്ള വ്യത്യാസം മിനിമം 2.64 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വരുന്ന ഒരു സംഖ്യ മിനിമം നമ്മൾ ആധാരത്തിൽ കാണിക്കേണ്ടി വരും. 2010 ശേഷമാണെങ്കിൽ, 2010 മുമ്പുള്ള കാലത്താണെങ്കിൽ അത് വേറെ. ഏറ്റവും ചുരുങ്ങിയത് ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ 2010 ശേഷമുള്ള വില ബേസ് ഇയർ 2001 കേട്ടോ. അതായത് ഇപ്പോൾ നമ്മളൊരു 1990 ഭൂമി വാങ്ങി, അന്നത്തെ വില, അന്ന് ഫെയർ വാല്യൂ ഒന്നുമില്ലല്ലോ. പക്ഷേ അതിനൊക്കെ കണക്കായിട്ട് ബേസ് കണക്കാക്കുക 2001 വിലയാണ് കണക്കാക്കുക. പക്ഷെ അന്നും ഫെയർ വാല്യൂ ഇതുപോലെ നമുക്ക് അച്ചടിച്ച് ഫെയർ വാല്യൂ അതൊന്നുമില്ല. അന്നൊക്കെ രജിസ്റ്റർ ഓഫീസിൽ, അന്നത്തെ ഒരു രജിസ്റ്റർ ഓഫീസർമാരുടെ ഒരു ധാരണ പ്രകാരമാണ് അന്നൊക്കെ ഭൂമിക്ക് വില കണക്കാക്കിയത്. 2010 തൊട്ട് വളരെ കൃത്യമായൊരു ഫെയർ വാല്യൂ രജിസ്റ്റർ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെ പോയാലും നിങ്ങളൊരു ഭൂമി 3 കൊല്ലോ 5 കൊല്ലോ 10 കൊല്ലോ മുമ്പ് വാങ്ങിയ ഭൂമിക്ക് വർധനവുണ്ടായാലാണ് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ പുതിയ ആ ഒരു ഭൂമി വിൽക്കുന്ന സമയത്ത് 12.5% നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഭൂമിക്ക് വില നിശ്ചയിക്കുമ്പോൾ 12.5% ലാഭം കൂടി, ലാഭത്തിൻ്റെ 12.5% കൂടി ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കേണ്ടി വരും എന്ന് മനസ്സിൽ കരുതിയിട്ട് വില പറഞ്ഞോളൂ. ക്ലിയർ ആണല്ലോ ഞാൻ പറഞ്ഞത്?